ഹായ്, നമ്മൾ അക്കാഡമിയിലെ കട്ടാക്കൂലേ ഇടുമ്പോ. ഹായ്, ഞങ്ങൾ അക്കാഡമിയിലെ പ്രീവിയസ് സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ പാസ് ഔട്ടായി. സോ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മളെ ജേണിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ പേര് മൈസെൽഫ് യസീദ്. ഞാൻ അഫ്ലൽ. ഐ എം ഷഹാന. ഐ ആം സറൂഖ്. ഐ ആം നദ. ഫർഹാന. എൻ്റെ അക്കാഡമിയിലേക്കുള്ള ജേണി എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് തന്നെ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ വഴി ആഡ് കണ്ടത് അക്കാഡമിയുടെ. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ, കോഴ്സ് ഏതാ നോക്കുമ്പോൾ അടുത്തുള്ള നിയറസ്റ്റ് ഏരിയ നോക്കുമ്പോഴാണ് അക്കാഡമി കണ്ടത്. പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഞാൻ അക്കാഡമിയിലേക്ക് വരുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏതൊരു കോഴ്സ് എടുക്കാന്നുള്ളതിൽ ഇങ്ങനെ ഒരു ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതിനു മുമ്പ് എനിക്ക് ചെറുങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള അറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അത്ര പിടിക്കില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്, ABCൻ്റെ കീഴിൽ അക്കാഡമി ഉണ്ട്. അങ്ങനെയാണ് ഞാൻ അക്കാഡമിയിലേക്ക് വരുന്നത്. ഞാൻ വരുന്നത് എന്ന് പറയുന്നത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ എന്താ കോഴ്സ് എടുക്കണോ, പിന്നെ നെക്സ്റ്റ് മാസ്റ്റേഴ്സ് നോക്കണോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താണ് ഇങ്ങനെ അന്വേഷിച്ച് നോക്കി എങ്ങനെ ആ കോഴ്സ് എങ്ങനെയാ, പിന്നെ ഏടെല്ലാന്ന്. പിന്നെ ഞാൻ അറിഞ്ഞ ABC ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ABCൻ്റെ അക്കാഡമി ഉണ്ട്, അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ ഇവിടെ എത്തി. ഞാനും ഡിഗ്രി കഴിഞ്ഞിട്ട് ഏതാ കോഴ്സ് എടുക്കേണ്ടതെന്ന രീതിയിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ഉണ്ടായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അങ്ങനെയാണ് അക്കാദമിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തത്. ഞാൻ അക്കാഡമിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിന്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് താല്പര്യം കൊണ്ട് വന്നതാണ്. അങ്ങനെ അതുപോലെ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരാൻ കാരണം വെച്ചാൽ എനിക്ക് യസീദ് അക്കാദമിയിലേക്ക് വന്നത് ഇങ്ങനെ വരുമ്പോൾ ചെറുവക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ABCൻ്റെ ബോർഡ് കണ്ടിട്ടാണ് പറയുന്നത്. പിന്നെ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരാൻ കാരണം നദയാണ്. പിന്നെ വെച്ചാൽ എനിക്ക് IT മേഖലയിൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പം കുറച്ചും കൂടി നിയർ ആയിട്ടുള്ള സ്ഥലം ഏതാന്ന് നോക്കി കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ചിരുന്നു. കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത് എനിക്ക് അക്കാഡമിയിലാണ്. അങ്ങനെ ഇവിടത്തേക്ക് വന്നു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, ഓക്കെ ആയി, ജോയിൻ ചെയ്തു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. ഇപ്പം ഭയങ്കര കോമൺ ആണ്, കുറേ ആളിപ്പോൾ അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവിടെ എത്തിയിട്ടാണ് ഇനിയും കുറേ പഠിക്കാനുണ്ട് ഇതിൽ ഡീപ്പായിട്ട്. നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഇങ്ങനെ അത് മാത്രമാണ് വിചാരിച്ചത് ഫസ്റ്റ്. പിന്നെ നമ്മൾ അക്കാഡമിയിൽ എത്തിയതിനു ശേഷം ആദ്യം നമ്മൾ ചെയ്ത പ്രോഗ്രാം എന്താണെന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഷാന, നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ കുറേ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മളാണ് ഫസ്റ്റ് ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ആർക്കും ആ ദിവസം ഓർമ്മ തന്നെ ഉണ്ടായിട്ട. നമ്മൾ ആ 12 സ്റ്റുഡൻസും കൂടിയിട്ടാണ്. കാരണം ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്ത കാര്യം നടക്കൂല. പക്ഷെ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ്. നമ്മൾ മുമ്പ് എസ്റ്റഡി ഒന്നും നമ്മൾ ടെക്സ്റ്റ് പോലും ചെയ്തിട്ടില്ല, മെസ്സേജ് ഒന്നും. നമ്മൾ അന്ന് വന്നിട്ട് നമ്മൾ അഞ്ജിത മിസ്സിന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ശരിക്കും സർപ്രൈസ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസും എല്ലാവരും വന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. പക്ഷെ ആർക്കും ആ ഡേ ഓർമ്മ തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ കൂടുതൽ ഇറങ്ങാന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടായി. എല്ലാവരും ഒത്തു വന്നപ്പോൾ കുറച്ചും കൂടി അടിപൊളി. നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന വരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കുക, എന്നിട്ട് അത് അതിനെ മാർക്കറ്റ് ചെയ്യുക. എൻ്റെ വരെയുള്ള പല പല പ്രൊഡക്ട്സ് ആരും ആലോചിക്കാതെ തന്നെ ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. കുറെ ടൈം എടുത്ത് ചെയ്തതാണ്. അതിൽ സത്യം പറഞ്ഞാൽ നഫ്സലിന്റെ ചെയർ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സംഭവം ഇന്നോവേറ്റീവ് നടത്തി AI പ്രൊഡക്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. പ്രൊഡക്ട്സ് എല്ലാം പണിയായിരുന്നു. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ എൻ്റെ വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി, പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അതിൽ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇപ്പം നമ്മുടെ അതിൽ തന്നെ ഫറാനാന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഇതായിരുന്നു. ഫറാനാന്റെ ഐഡിയ ആയിരുന്നു ഈ മെഡ്സൂൺ എല്ലാം. അവളിങ്ങനെ കുറേ കാര്യം ചിന്തിച്ചു. അപ്പൊ എല്ലാവരും പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ വ്യത്യാസമായിട്ട് അതിൽ നമ്മൾ വെച്ചാൽ 4 ഗ്രൂപ്പായിട്ടുണ്ടായത്. അതിൽ നമുക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള വെച്ചാൽ സർവീസും പ്രൊഡക്റ്റാണ്. അതിൽ ഒറ്റൊരു ടീമാണ് സർവീസ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവർ വെച്ചാൽ നമുക്കൊരു ആ ടീം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊന്നും അല്ലാതെ നമുക്ക് തോന്നി. പെട്ടെന്ന് ആ ടീമിലേക്ക് എത്തുമ്പോൾ ഇവർക്ക്
സെക്കൻഡ് അല്ലേ? സെക്കൻഡ് സെക്കൻഡ് സംഭവം ആർക്കും അല്ലാത്തൊരു കാര്യം. പിന്നെ ആ ടൈമിൽ ഒരു വിൻ ചെയ്ത ആ കാര്യങ്ങൾ സർവീസ്. നമ്മള് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടാണ് ശരിക്കും ഇവിടെ ഓൾറെഡി പ്രൊജക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇന്റേൺഷിപ്പ്. പക്ഷെ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോഴാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഒരു ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യാനായാലും നമുക്ക് ഈ ഫിക്ര തുടങ്ങാനുള്ള, നമുക്ക് ഒരു ഏജൻസി തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ആയാലും കിട്ടിയത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് തന്നെയാണ്. ആ ഒരു ആംബിയൻസും ഒരു ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയതായിട്ട് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഫസ്റ്റ്ലി പോയതെന്ന് വെച്ചാൽ കണ്ണൂരാണ്, ബിസോറയിൽ. അവിടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അതെ ഓരോ ക്ലൈൻസ് ആണ്. അപ്പോൾ ഇതന്നെ ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ജോബിലേക്ക് ഇറങ്ങിയാലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റി. അവിടുത്തെ IT മാനേജറായ പ്രണിത മിസ്സിൻ്റെ അടുത്താണ്. മിസ് ഓൾറെഡി നമുക്ക് എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മളെ അക്കാഡമിയിലെ ടീച്ചേഴ്സിനെ കുറിച്ചാണെങ്കിൽ എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ അവർ പ്രിൻസിപ്പാൾ ആയിക്കോട്ടെ, നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പം നമുക്ക് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ഈ December 20th ടൂർ ഉണ്ടായിരുന്നു ഊട്ടിയിലേക്ക്. അപ്പോൾ അവിടെ നമ്മളെ ആഷിഖ് സാറ്, വിനോദ് സാറ് എല്ലാവരും നമ്മളോട് തന്നെ ഫ്രണ്ട്സ് എന്ന രീതിയിൽ എല്ലാത്തിനും ജോയിൻ ചെയ്ത് നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായി മാറ്റി. ശരിക്കും ഒരു എൻജോയബിൾ ആയിരുന്നു. അവിടെയാണ് നമുക്ക് കുറേ കണക്ഷൻസും എല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റിയത്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിനെല്ലാം കുറച്ചും കൂടി കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ സാറ്, ആഷിഖ് സാറ്, അതുപോലെ സുനോദ് സാറ്, ഇവരൊക്കെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഏജൻസി തുടങ്ങണമെന്ന് മൈൻഡിലുണ്ട്. നമ്മളതിന് ഫിക്ര എന്ന് പേര് കൊടുത്ത് അതിൻ്റെ വർക്കിങ്ങിലാണ്. ഫിക്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉറവിടം പറയാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ക്ലാസ്സിനൊക്കെ ഇങ്ങനെ ഫണ്ണായിട്ട് സംസാരിക്കുമായിരുന്നു. നമുക്ക് ഒറ്റക്കൊരു എല്ലാവരും കൂടി ഒരൊക്കെ ഏജൻസി തുടങ്ങണം അങ്ങനെയൊക്കെ ടോക്ക് ചെയ്യായിരുന്നു. അന്നേരം ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്ത് പിന്നെ ഇപ്പം ഈ ഇൻറ്റേൺഷിപ്പിൽ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി എന്താക്കിയത് അതിലേക്ക് അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും, എങ്ങനെ അവയർനെസ് കൊണ്ടുവരാൻ പറ്റും, അതെല്ലാം ആലോചിച്ച് അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്നത് അഫ്ലവും ഷാനയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബേക്കിൽ വന്നു, അത് ആലോചിച്ചു, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 1 week ആയിട്ടും ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 2 ക്ലയൻറ്റൊക്കെ ആയിട്ടുണ്ട്. 3ാമത്തെ ക്ലയൻറ്റ് പെൻഡിങ് ആണ്. ഏജൻസി തുടങ്ങാൻ എങ്ങനെ ഐഡിയ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് സാറുമാർ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ സാറിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു ഏജൻസി ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഏജൻസി, അപ്പോൾ സാറും ആണ് ഏജൻസി നടത്തുന്നുണ്ട്. അങ്ങനെയാണ് മനസ്സിലായത് ഓൺലൈനിൽ ഇങ്ങനെ ഏജൻസി ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ കഴിയും, ഓഫീസില്ലാണ്ട് ഫുള്ളി ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയും. സാറ് കുറച്ചിങ്ങനെ സ്റ്റുഡൻസിനെ ഹയർ ചെയ്തിട്ട് അവരെ വെച്ച് മാനേജ് ചെയ്തിട്ട് ഇങ്ങനെ ടീമായിട്ട് ഒരു ഏജൻസി ഇങ്ങനെ ഉണ്ട് എന്ന് സാറിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വന്നത്, ഒരു ഏജൻസി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ഈ 6 ആളെ എനിക്കിങ്ങനെ കിട്ടിയത്. നമ്മൾ 6 ആൾ ഒരു ടീമായിട്ട് ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ ഷഹാനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഏജൻസി തുടങ്ങിയാലോ നമുക്ക്. അപ്പോൾ ഷഹാന നല്ല സപ്പോർട്ടായിട്ട് പറഞ്ഞാൽ തുടങ്ങാം. അവളിങ്ങനെ ലോഗോ ഡിസൈൻ ചെയ്യാനായാലും അതിൻ്റെ കളർ തീമും മൊത്തത്തിൽ ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ ഒന്നിച്ച് നിന്ന് അങ്ങനെ നമ്മൾ 6 ആളായിട്ട് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഇൻറ്റേൺഷിപ്പ് ടൈമിലാണ്. അതുപോലെ നമ്മൾ ABC ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ന്യൂമാനോട് പറഞ്ഞ ന്യൂമാൻ എല്ലാവരോടും സാർമാരോടും എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ കൂടുതൽ സപ്പോർട്ട് കിട്ടി. നമുക്ക് ABC നിന്നും കൂടുതൽ സപ്പോർട്ട് കിട്ടി. അക്കാദമിയിൽ നിന്നായാലും അഞ്ചിത മിസ്സായാലും കൂടുതൽ സപ്പോർട്ടായിരുന്നു. തുടങ്ങിക്കോ, കൂടുതൽ ആൾ തുടങ്ങുന്നില്ലേ, പ്രണീത മിസ്സും നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് തുടങ്ങിക്കോ എന്നുള്ള ഒരു ഇത് തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ കൂടുതൽ നോക്കുന്നത് GCCയിലുള്ള ക്ലയൻറ്റിനെ കിട്ടാനാണ്. അവിടുത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഓൾറെഡി നീ പ്രൊജക്ട് മാനേജ്മെന്റ് എല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിങ്ങനെ പെൻഡിങ്ങിലാണ്. കൂടുതൽ ക്ലയൻറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അക്കാഡമിയിലെ ജേർണി ഇതുവരെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന അക്കാഡമിയിലെ സ്റ്റുഡൻസിന് നമ്മളെ ബെസ്റ്റ് വിഷസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓൺലൈൻ ഏജൻസി ആയ ഫിക്ര എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. So best wishes for academy.